അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിലുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ശക്തമായ സംവാദങ്ങളും ചർച്ചകളും നടക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നബിദിനം ആഘോഷിക്കുന്നത് ഇസ്ലാമികമാണോ അല്ലയോ എന്നുള്ളതാണ് ഈ ചർച്ചകളുടെയും സംവാദങ്ങളുടെയും എല്ലാം ഒരു ആകത്തുക എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ്, ഇന്ന് ഈ പ്രോഡ്കാസ്റ്റ് വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മുസ്ലിം എന്ന നിലയിൽ ഇത്തരം അഭിപ്രായ വ്യത്യാസമുള്ള രംഗങ്ങളിൽ എന്ത് നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ആരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വൈജ്ഞാനിക ചർച്ചയെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാക്കി നൽകട്ടെ. ആമീൻ. അപ്പോൾ നമുക്ക് ആരംഭിക്കാൻ തോന്നുന്നു ഇൻഷാ അല്ലാഹ്. ഈ ഒരു കാര്യങ്ങളിൽ മുസ്ലിങ്ങൾ തമ്മിൽ തന്നെ പല രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോ അത്തരൊരു സാഹചര്യത്തിൽ എന്താണ് ഒരു മുസ്ലിം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാവുന്നതാണ്. സൂറത്ത് നിസായിലെ 59-ാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മോട് ഇങ്ങനെ പറയുന്നു: ഫഇൻ തനഅസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂ ഇലല്ലാഹി വറസൂൽ. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. നിങ്ങൾ അവസാനം പറഞ്ഞ ആ പോയിന്റ് തന്നെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ബേസായി എടുക്കേണ്ടത്. അള്ളാഹുവിന്റെ മതമായ ദീൻ ഇസ്ലാം, അത് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും നമ്മോട് പറഞ്ഞു തരുന്നത് വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യൂഹ. മുത്തുനബി ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ അത് വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മോട് സംസാരിച്ചിട്ട് പോലും ഉള്ളൂ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട ദീനിൽ, അള്ളാഹു തൃപ്തിപ്പെട്ടുകൊണ്ട് നമുക്ക് നൽകിയ ഈ ദീനിൽ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് ഇസ്ലാമിലുണ്ടോ ഇല്ലേ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ പരിശോധിക്കപ്പെടുന്ന വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെയാണ്, പ്രവാചകന്റെ അധ്യാപനത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോ അതിലേക്ക് മടങ്ങുക എന്നത് തന്നെയാണ് ഒരു വിശ്വാസിയുടെ അവന്റെ ആദർശവും അവന്റെ ഇസ്ലാമിക ചിട്ടയും നിലനിർത്താൻ വേണ്ടി അവൻ ചെയ്യേണ്ടത്. നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയവും ഈ പറഞ്ഞതുപോലെ അത് അള്ളാഹുലേക്കും റസൂലിലേക്കും നമ്മളൊന്ന് മടക്കി കഴിഞ്ഞാൽ, അഥവാ അത് ദീനാണോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഖുർആനിലും സുന്നത്തിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉള്ള പരാമർശങ്ങളുണ്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കണോ വേണ്ട എന്നുള്ളതിൽ ശരിക്കും ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നതാണ്, സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കേണ്ടതാണ് റസൂലുള്ളാഹി എന്നുള്ളത്. ഇവിടെ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് റസൂലുള്ളാഹിന്റെ ജന്മദിനത്തെ അതിനെ പ്രത്യേകമായി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്ന രീതി അത് ഇസ്ലാമികമാണോ അല്ലേ എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ ഖുർആൻ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അതിൽ ഒരായത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജന്മദിനത്തിന് പ്രത്യേകമായ ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് ശരിക്കും നമുക്ക് കാണാൻ സാധ്യമല്ല. ഹദീസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വിഷയമാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കാനുള്ള എല്ലാം, അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് വിട്ട് നിൽക്കാനുള്ളതും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പഠിപ്പിച്ചു തന്ന കൂട്ടത്തിൽ ചില മാസങ്ങളുടെ പ്രത്യേകത റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുഹറം മാസത്തിന്റെ പ്രത്യേകതകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, റമളാൻ മാസത്തിന്റെ പ്രത്യേകതകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ദുൽഹിജ്ജ മാസത്തിന്റെ പ്രത്യേകത പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ റബീഉൽ അവ്വൽ മാസത്തിന്റെ പ്രത്യേകത പഠിപ്പിച്ച ഹദീസുകൾ നമ്മൾ കാണുന്നില്ല. ഈ പറയുന്ന റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹിന്റെ ജന്മദിനം, ആ ദിനത്തിന് ഭയങ്കര പ്രാധാന്യം ഉണ്ടെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിയുടെ അടുക്കൽ നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതായിട്ടോ അങ്ങനെ ഒരു അധ്യാപനമുള്ളതായിട്ടോ നമുക്ക് കാണാൻ സാധ്യമല്ല. ഒരുപാട് ഇനിയിപ്പോ ദിവസങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം, വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ പ്രാധാന്യങ്ങളും അതിന്റെ പവിത്രതകളും പഠിപ്പിക്കുന്നതായിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാം. മുഹറം 10-ന്റെ പ്രാധാന്യങ്ങൾ, പെരുന്നാൾ ദിവസത്തിന്റെ പ്രാധാന്യങ്ങൾ, അന്ന് ചെയ്യേണ്ട സുന്നത്തുകൾ, ഇങ്ങനൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ ചില ദിവസങ്ങളിൽ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം സുന്നത്തുകൾ പഠിപ്പിച്ചതായിട്ടും അതിന്റെ പ്രാധാന്യങ്ങൾ പഠിപ്പിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലും ഒന്നും ഇങ്ങനെ ഈ ഒരു ദിവസത്തിന് റബീഉൽ അവ്വൽ 12-ന് ഞാനന്ന് ജനിച്ച ദിവസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊരു പ്രാധാന്യം പ്രത്യേകമായി പഠിപ്പിക്കുന്ന ഒരു ഹദീസും ഒരു സംഭവം നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ
ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലും പറയുന്ന വിഷയമാണ് അബൂബക്കർ റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു, ഉസ്മാൻ റളിയല്ലാഹു, അലി റളിയല്ലാഹു. അവര് സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധ്യമല്ലല്ലോ. ഭൂമിയിൽ അവരെക്കാൾ കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേറെ ആൾ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പോലും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയാത്തൊരു വിഷയമാണ്. അത്രമേൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച സഹാബിമാർ. ത്വൽഹ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് റസൂലുള്ളാഹിക്ക് ഒരു പരിക്ക് പോലും പറ്റാതിരിക്കാൻ സ്വന്തം ശരീരമാണ് അദ്ദേഹം പടച്ചട്ടയായിട്ട് വെക്കുന്നത്. അങ്ങനെ സ്വന്തം ജീവനേക്കാൾ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ജീവിച്ച് കാണിച്ചു തന്ന അത്രത്തോളം റസൂലുള്ളാഹിനെ സ്നേഹിച്ച സ്വഹാബിമാർ പോലും ഇങ്ങനെ ഒരു സ്നേഹത്തിന്റെ പ്രകടന രീതി അവരിൽ നമുക്ക് കാണുന്നില്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ള പഠിപ്പിച്ചില്ല എന്നുള്ളത് മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും ഒരു വിഷയം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതുപോലെ നെഞ്ചിലേറ്റുന്നവരാണ്. ഇതെന്തുകൊണ്ട് അവർ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തില്ല. നമുക്കറിയാം റസൂലുള്ള പഠിപ്പിക്കാത്ത ദീനും അല്ല. അള്ളാഹിന്റെ അടുക്കലുള്ള ദീന് നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ അടുക്കലുള്ള ദീന് റസൂലുള്ള പോലും സംസാരിക്കുന്ന അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ആ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള എല്ലാം ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നരകത്തിൽ നിന്ന് വിട്ടുക്കാനുള്ള എല്ലാം ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വിഷയത്തിലൊന്നും ഇങ്ങനെ സംഭവം കാണുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു സാധനം ചെയ്തു എന്നുള്ളത് കൊണ്ടല്ല, ഇങ്ങനെ ഒരു ആചാരം ആചരിച്ചു എന്നുള്ളത് സ്വർഗം കിട്ടുമെന്ന് ഇസ്ലാമിലില്ല. ഇസ്ലാമിലുണ്ടെങ്കിൽ റസൂല് പഠിപ്പിക്കുമല്ലോ. നമ്മള് ആ ഒരു വിഷയം മനസ്സിലാക്കിയിട്ട് ഈ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ സ്വീകരിക്കണ്ടേ, ആഘോഷിക്കണ്ടേ എന്നുള്ളതിൽ അവരാ ചെയ്തതിലേക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ നോക്കുമ്പോൾ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് ചെയ്തിട്ടില്ല. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കട്ടെ 10 സ്വഹാബിമാർ അവരവരുടെ ജീവിതത്തിൽ എല്ലാ നിലക്കും റസൂലുള്ളാഹിനെ സ്നേഹിച്ചു. പക്ഷെ ഇങ്ങനെ സംഭവമല്ല. അവര് പോകുന്ന അവർക്ക് ലഭിച്ച ആ സ്വർഗമാണ് നമുക്കും ആഗ്രഹമെങ്കിൽ നമ്മളും അതേ നിലപാടാണ്, അവർ സ്വീകരിച്ച അതേ നിലപാടാണ് നമ്മളും സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിന്റെ സന്ദേശമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. അതെ, പറഞ്ഞതുപോലെ ഇവരുടെ ആരുടെയും മാതൃകയില്ല എന്നുണ്ടെങ്കിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം കൊണ്ടുവന്നതാണെന്നല്ലോ. അതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബിദ്അത്താണ് എന്നാണല്ലോ. എല്ലാ ബിദ്അത്തും വലാലത്താണ്, എല്ലാ ബിദ്അത്തും വഴിക്കേടാണ്, എല്ലാ വലാലത്തും നരകത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഈ മതത്തിൽ ആരെങ്കിലും പുതുതായി എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാത്തൊരു കാര്യം അത് ദീനാണെന്ന് പറയുവാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. നബി പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാം, നാളെ ഹൗദിൽ വെച്ച് ഒരു വിഭാഗം കൂട്ടർ നബിയെ കാണാൻ വരും. അള്ളാഹു അവരെ അവിടെ തടഞ്ഞു വെക്കും. അപ്പോൾ നബി അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹു എന്തിനു വേണ്ടിയാണ് അവരെ അവിടെ തടഞ്ഞു വെച്ചത്? അപ്പോൾ അള്ളാഹുവിന്റെ റിപ്ലൈ ഇങ്ങനെയായിരിക്കും, നബിയെ, താങ്കൾ വഫാത്തായതിനു ശേഷം അവർ എന്തൊക്കെയാണ് ദീനിൽ പുതുതായി ചേർത്തതെന്ന് താങ്കൾക്ക് അറിയുകയില്ല. അപ്പോൾ നബി പറയുക ഇങ്ങനെയായിരിക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോവുക എന്ന് മാത്രമായിരിക്കും. കൂട്ടുകാരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് സ്വർഗമാണെങ്കിൽ നബിയും അള്ളാഹു നമുക്ക് എന്താണോ പറഞ്ഞു തന്നത് അത് അതുപോലെ അനുസരിക്കുക. എങ്കിൽ മാത്രമേ അതുപോലെ അവരെ സ്നേഹിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.